അത് പാർട്ടിയുടെ സംഘടനയിൽ
പറയുന്നതനുസരിച്ച് ജനാധിപത്യ കേന്ദ്രീകരണ തത്വമനുസരിച്ച് പാർട്ടി കൈകാര്യം ഓരോന്നും പരിഹരിച്ചുകൊണ്ടിരിക്കുകയല്ലേ. പ്രശ്നം പരിഹരിക്കപ്പെട്ടു പോവുകയല്ലേ. പ്രശ്നമുണ്ടായ ആ പ്രശ്നം ഉണ്ടാകുന്നതുകൊണ്ട് ഈ ഭൂഷ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തന വൈകല്യങ്ങൾ ആധിപത്യം വഹിക്കുമ്പോൾ അത് ചിലർക്ക് ബാധിക്കും. അതിനെതിരായിട്ടുള്ള സമരം, പാർട്ടി സമരം, റെക്ടിഫിക്കേഷൻ ക്യാമ്പയിൻ, ദരിദ്രരുടെ പ്രവർത്തനം അത് ജനത്തിൽ നടത്തുന്ന പാർട്ടിയാണിത്. ഈ പാർട്ടി സമ്മേളനങ്ങളും ഇത്തരത്തിൽ തെറ്റുകൾ തിരുത്താനുള്ള ഒരു സന്ദർഭമായി ഈ പാർട്ടി സമ്മേളനങ്ങളുടെ ചർച്ചകളും പാർട്ടി സമ്മേളനങ്ങളുടെ തീരുമാനങ്ങളും മാറുകയാണ്. പാർട്ടി സമ്മേളനങ്ങളിൽ വിഭാഗീയതയൊന്നും ബാധിക്കാതെ ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്, തീരുമാനങ്ങൾ എടുക്കുന്നു. പക്ഷെ ആ വിഭാഗീയത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളരെ കൃത്യമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംഘടനയും ഭൂഷ പാർട്ടി സംഘടനകളിൽ തമ്മിലുള്ള വ്യത്യാസം അത് ജനങ്ങൾ മനസ്സിലാക്കുന്നതിന് ഉത്തരവാദിത്വബോധത്തോടുകൂടി മാധ്യമങ്ങളിൽ വഹിക്കാറുണ്ട്. അത് മാധ്യമ പ്രവർത്തകർക്ക് വഹിക്കുന്ന താല്പര്യമുണ്ട്. പക്ഷേ മാധ്യമ മുതലാളികളാണ് അത് നിർവഹിച്ചു കൊടുക്കുകയില്ല. ഈ സമ്മേളനം സമാപിക്കുമ്പോൾ വിശേഷിച്ച് തിരുവനന്തപുരത്ത് തൊഴിലാളികളുടെ വിപ്ലവ പ്രസ്ഥാനത്തിന്റെ വ്യതിരിക്തമായ സംഘടനാ പ്രവർത്തന ശൈലി അത് പാർട്ടി സമ്മേളനങ്ങളുടെ ജനാധിപത്യപരമായ നടത്തിപ്പിൽ പ്രതിഫലിക്കുന്നുണ്ട് എന്ന വസ്തുതയാണ് ആദ്യം ചൂണ്ടിക്കാണിക്കേണ്ടതായി ഞാൻ കരുതുന്നത്. സ്വാഗതത്തോടെ ഉൾപ്പെടെ കാരണം വിദ്യാർത്ഥികളായി ആളുകളോട് ആനന്ദ ഏറ്റവും കൂടുതൽ സംസാരിച്ച് കേട്ടിട്ടുള്ളതാണ്. ഇങ്ങനെ വലിയൊരു പോരാട്ടത്തിന്റെ രീതിയിലേക്ക് പ്രശസ്ത മാർക്സിസ്റ്റ് ചിന്തകരും മാർക്സിസ്റ്റ് വിരുദ്ധ സമരത്തിന്റെ നായികനുമൊക്കെയായ വാർത്ത ബെഞ്ചമിൻ അദ്ദേഹം ചരിത്രവൽക്കരിക്കുക, ആവർത്തിച്ചതിന്റെ പ്രാധാന്യം അദ്ദേഹം ചരിത്രബോധം ഉണ്ടായിരിക്കേണ്ടതിന്റെ പ്രാധാന്യം. അങ്ങനെ ഈ പ്രദേശത്തിന്റെ ചരിത്രത്തിലേക്ക് തിരുവനന്തപുരത്ത് സമ്മേളനങ്ങളാണ് പോകുന്നത് വെച്ച് ആളുകളുടെ പിന്നിലേക്ക് വായിച്ചപ്പോൾ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരായി ഇന്ത്യയിൽ നിന്ന് ആദ്യം നടന്ന സംഘടിത സമരത്തിൽ വന്നത് ആർട്ടിക്കൽ സമരമാണ്. 1721 ആർട്ടിക്കൽ സമരത്തിന് 20 വർഷം കഴിഞ്ഞപ്പോൾ ഏഷ്യയിലെ സാമ്രാജ്യത്വത്തിനെ ഒരു സാമ്രാജ്യത്വ ശക്തി, ഒരു കോളോണിയൽ ശക്തിയെ ഒരു നാവിക യുദ്ധത്തിൽ പരാജയപ്പെടുത്തി കൊളച്ചത് 1741 ഡച്ചുകാരെയാണ് പരാജയപ്പെടുത്തി. ഇപ്പൊ കൊളച്ചൊക്കെ അതിൽ വലിയ പങ്ക് വഹിച്ചത് മത്സ്യത്തൊഴിലാളികൾ ദക്ഷിണാഫ്രിക്ക സേനയിൽ ആ പാരമ്പര്യം തോന്നിട്ടുണ്ട്. അത് നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിലുണ്ട്, സ്ത്രീ ശാക്തീകരണത്തിലുണ്ട്. പഞ്ചമി എന്ന പെൺകുട്ടിയെ പിടിച്ചുകൊണ്ട് അയ്യങ്കാളി ഇവർക്ക് പഠിക്കാൻ അവകാശമുള്ള പറയുന്നില്ല. അങ്ങനെ കളഞ്ഞ സ്കൂൾ തീർത്ത് നശിപ്പിച്ചു. മനുവാദികൾ ഒരു പക്ഷേ ഇന്ത്യ ആന്തരികയാണ് രാജ്യത്ത് പഠിക്കാനാണെന്ന് പറഞ്ഞത് രാജ്യത്തിന്റെ ഭരണത്തിന്റെ നേതൃത്വത്തിലാണ്. അങ്ങനെ ദുര്യോഗങ്ങളാണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് 1887 പ്രതിഷ്ഠ ശ്രീനാരായണ സ്വാമിയുടെ ചട്ടമ്പി സ്വാമിയുടെ അതിന് മുമ്പ്
സമത്വ സമാജം സ്ഥാപിച്ച അങ്ങനെ വലിയൊരു നവോത്ഥാനത്തിന്റെ കാലഘട്ടത്തിൽ, പോരാട്ടത്തിന്റെ കാലഘട്ടത്തിൽ, സാമ്രാജ്യത്വ വിരുദ്ധതയുടെ കാലഘട്ടത്തിൽ, സാമ്രാജ്യത്വ വിരുദ്ധ സമരം ഒന്നും ജയിച്ചതിന്റെ കാലഘട്ടത്തിൽ ഉറച്ചു. ഇതെല്ലാം ഈ പ്രദേശത്തുണ്ട് എന്നുള്ളത് സന്ദർഭത്തിൽ മുന്നേറ്റം തൊഴിലാളികളുടെ പ്രസ്ഥാനത്തിന് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ഉണ്ടാകുന്ന ഈ പ്രദേശത്തിന്റെ സംഭാവന അഖിലേന്ത്യാ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വവുമായി ബന്ധപ്പെട്ട് സെക്രട്ടറിയായിട്ട് കമ്മ്യൂണിസ്റ്റ് ഘടകം EMS-ഉം കേരളത്തിലും ഉൾപ്പെട്ട് രൂപവൽക്കരിക്കപ്പെടുന്നതിനും 5-6 വർഷം മുമ്പേ സ്വതന്ത്രമായി കമ്മ്യൂണിസ്റ്റ് ഉണ്ടായ സ്ഥലം 1930 കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് ഈ ചരിത്രബോധങ്ങളിൽ നിന്ന് ഇന്ന് നമ്മൾ ഏറ്റെടുക്കേണ്ട കടമകൾ നമുക്ക് എത്രമാത്രം ഫലപ്രദമായി ഏറ്റെടുക്കാൻ കഴിയും എന്നുള്ളത് പരിശോധിക്കാനുള്ള ഒരു സന്ദർഭമാണ്. ജില്ലകളെ സംബന്ധിച്ചിടത്തോളം ജില്ലാ സമ്മേളനം, കേരളത്തിലൊട്ടാകെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന സമ്മേളനം. അപ്പൊ തിരുവനന്തപുരം ജില്ലാ സമ്മേളനം ജില്ലാ കമ്മിറ്റിയുടെ റിപ്പോർട്ട് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ പ്രതിനിധികളായി പങ്കെടുക്കുന്ന സഹാക്കൾ അവരുടെ ചർച്ചയിൽ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് തിരുവനന്തപുരം ജില്ലയിലെ തൊഴിലാളികളുടെ വിഭവ പ്രസ്ഥാനം എവിടെ നിൽക്കുന്നു, അതിന്റെ മുന്നേറ്റ ബലഹീനതകൾ, അതൊരു പ്രധാനപ്പെട്ട ഘടകം. വർഗീയ ശക്തിയിൽ പ്രബല ശക്തിയായിട്ട് ഇവിടെ 2 പാർലമെന്റ് സീറ്റിലും ഇവരുണ്ട്. ഈ ജില്ലയിൽ 2 പാർലമെന്റ് സീറ്റ്. അതൊരു പ്രശ്നം. ഇവർ എവിടെ നിന്ന് ഈ ശക്തി കിട്ടുന്നു എന്ന ചോദ്യം. ചട്ടസ്വാമികൾക്കും അയ്യങ്കാളിക്കും ഒക്കെ ജന്മം കൊടുത്ത രക്തസാക്ഷികൾക്ക് ജന്മം കൊടുത്ത ഉജ്ജ്വലമായ പോരാട്ടക്കാരെ പറ്റിയുള്ള ഈ പ്രദേശം ഇവിടെ തൊഴിലാളികളുടെ വിഭവ പ്രസ്ഥാനത്തിന്റെ ശക്തി അഭിമാനകരമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ 8 തെരഞ്ഞെടുപ്പിൽ 8 സീറ്റിൽ ഇവിടെ ജയിച്ചു. അത് 4 BJP വിളിച്ചിരുന്നതും 4 കോൺഗ്രസ്. അഭിമാനകരമാണ്. പക്ഷെ അഭിമാനകരമായ നേട്ടം ഉണ്ടാകുമ്പോൾ അത് അഭിനയിക്കുകയും അത്ര അഭിമാനകരമില്ലാത്തത് സംഭവിക്കുന്നത് അതിന് പ്രാധാന്യം തെരഞ്ഞെടുപ്പ് ഇതെന്ന് പറയുകയും കഴിയില്ല. വർഗീയതയുടെ വളർച്ച, അത് മനുവാദത്തിന്റെ ശക്തികൾ, മനുഷ്യ തുല്യത അംഗീകരിക്കാത്തത്, അവർ അവിടെ ഇതിന് ഒഴിഞ്ഞ കേന്ദ്രീകരണം നമ്മുടെ കണ്ണൂരിൽ ഇവിടെയാണോ എഴുതി വെച്ചത്. ജാതിഭേദം, മതദ്വേഷം, ഏത് വിജ്ഞാന സൗകര്യവും എത്രതാണെന്ന് കേട്ടിട്ടില്ലേ? അത് അതിന്റെ അന്തസ്സത്ത ഉൾക്കൊള്ളാൻ തയ്യാറാകാതെ വർഗീയവാദത്തിന്റെ പിന്നിൽ പല ന്യായീകരണങ്ങളും പറഞ്ഞു പോകുന്നവർ നമ്മുടെ അയൽക്കാരാണ്. നമ്മുടെ കുടുംബങ്ങളിൽപ്പെട്ടവരുണ്ടോ? ഇതെല്ലാം സൂക്ഷ്മമായ പരിശോധനയ്ക്ക് വിധേയമാക്കിക്കൊണ്ട് തൊഴിലാളികളുടെ വിഭവ പ്രസ്ഥാനത്തിന്റെ ശക്തി ചൈതന്യങ്ങൾ എങ്ങനെ വർദ്ധിപ്പിക്കാൻ ഈ ജില്ലയിൽ കുറഞ്ഞ നാളുകളിൽ നാം ഏകമനസ്സോടുകൂടി നമ്മുടെ ബലഹീനതകൾ കഴുകി കളഞ്ഞുകൊണ്ട് നമ്മുടെ കരുത്ത് അതിനുവേണ്ടി വർദ്ധിപ്പിച്ചുകൊണ്ട് എങ്ങനെ പ്രവർത്തിക്കണം, എങ്ങനെ പോരാടണം, അത് ചർച്ച ചെയ്യുക എന്നുള്ളതിലാണ് നമ്മുടെ സമ്മേളനം. അതോടൊപ്പം നമ്മുടെ പരിഗണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട
ഇവയിൽ ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരേ ഒരു ഗവൺമെന്റാണ് കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റ്. ആ ഗവൺമെന്റ് ഇപ്പോൾ അതിന്റെ ചുമതലകളിൽ തുടരുന്നതാകട്ടെ കേരള രാഷ്ട്രീയത്തിന്റെ സമീപകാല ചരിത്രം തിരിച്ചുകൊണ്ടാണ്. അത് ഇടതുപക്ഷ നേതൃത്വത്തിൽ ഒരു തുടർ ഭരണം സ്ഥാപിക്കുക എന്നുള്ളതാണ് ആദ്യം. ഇതിന്റെ പ്രാധാന്യം ഇതിനെ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ താരതമ്യപ്പെടുത്താവുന്ന മറ്റൊരു സംഭവമേ ഉള്ളൂ. അത് കോൺഗ്രസിന്റെ അധികാരത്തെ തകർത്തുകൊണ്ട് ഇന്ത്യ ആദ്യമായി സംസ്ഥാനത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഗവൺമെന്റ് ഉണ്ടായ 1957 കമ്മ്യൂണിസ്റ്റ് വിജയത്തോട് മാത്രം താരതമ്യപ്പെടുത്താൻ പറ്റുന്നതാണ് 2021 കേരളീയ ജനതയുടെ വിജയം. അത് 5 വർഷം മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ ലഭിച്ചതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ ചരിത്ര സംഭവം. അതിന് മുമ്പും അതിന് ശേഷവും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനും അതിന്റെ നേതൃത്വത്തിനും അതിനുണ്ടായിട്ടുള്ള പാർട്ടിക്കും എതിരായി നടക്കുന്ന ഹീനമായ കടന്നാക്രമണങ്ങൾ കേരളത്തിലെ അവരെ ഗവൺമെന്റ് പിണറായി നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് 2021 തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള 1 വർഷക്കാലം 1.5 വർഷക്കാലം എന്താണെന്ന് ആ ഗവൺമെന്റിനെ കേരളത്തിലെ മുഖ്യമന്ത്രി സ്വന്തം ആക്ഷേപിക്കപ്പെടുന്നു. എല്ലാ ചാനലും വൈകുന്നേരം ചർച്ച ആ പ്രചരണത്തിന് ആശ്ചര്യമാധ്യമം വളർന്നിട്ട് ആക്രമിക്കുകയായി. 57 EMS ഗവൺമെന്റിനെ വിമോചന സമരം എന്ന് പറയുന്ന ആ വാക്കിന്റെ അർത്ഥം നോക്കിക്കഴിഞ്ഞാൽ വിമോചിപ്പിക്കാൻ വേണ്ടിയുള്ള സമരം. പാലസ്തീൻ സമരത്തെ നാഷണൽ ലിബറേഷനിസ്റ്റുകളായിട്ട് സത്യാനന്ദന്റെ കാലത്ത് പ്രയോഗങ്ങൾ അത് തുടങ്ങിയതാണ്. സത്യാനന്ദന്റെ വാക്ക് ഓസ്ട്രൂട്ടൊക്കെ സമീപകാലത്ത് വന്നെങ്കിൽ പ്രതിഭാകാരി നേരത്തെ പ്രയോഗിച്ചു. 58 അമേരിക്ക റോമൻ എല്ലാം പങ്ക് വഹിച്ചിട്ടുള്ള നീക്കം പുസ്തകമുണ്ട്. അമേരിക്കയിൽ ഡോളർ വഹിച്ച പങ്ക് അതിന് സമാനമായ വളർന്നിട്ടുള്ള ആക്രമണം നടത്തി. 1-ാം പിണറായി വിജയൻ ഗവൺമെന്റിന്റെ അവസാന നാളുകൾ കരുതി വരാൻ പാടില്ല. സാധാരണ കേരളത്തിൽ വരാറില്ല, മാറ്റം ഉണ്ടാകും. അപ്പൊ ഉറപ്പാക്കണം സംഭവിച്ചെന്ന് കണ്ടു. അതിൽ ക്ഷാപിക്കാൻ വന്ന പ്രതിരോധ ശക്തികൾ, നാടൻ പ്രതിരോധ ശക്തികളും മറുനാടൻ പ്രതിരോധ ശക്തികളും അവരെല്ലാം പങ്കെടുത്തുകൊണ്ട് ആസൂത്രിതമായ ആക്രമണ പരമ്പരയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒന്നിനു പറയുക ഇതിനെ നേരിടുക എന്നുള്ളത് കമ്മ്യൂണിസ്റ്റുകാര് മാത്രമല്ല, ഇടതുപക്ഷത്തിന്റെ മാത്രമല്ല, നമ്മുടെ നാടിനെ കേരളത്തെ സ്നേഹിക്കുക. നിവാസികളായ കുറച്ച് കഴിയാത്ത അവസ്ഥയാണ് ഇന്നലെ കോഴിക്കോടേക്ക് പോയി കാണാൻ പോയി. ഓർമ്മയിൽ വന്നത് ഇന്ത്യയിലെ ഒരു ആചരണമാണ്. ഈ കമ്മ്യൂണിസ്റ്റുകാരെല്ലാം
ഇടപെടുന്ന ഒരു സ്ഥിതി കേരളത്തിൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതം എങ്ങനെയാകുമെന്ന് ഇന്നത്തെ കേരളം ഉണ്ടാക്കി കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇടതുപക്ഷത്തിനുള്ള പങ്ക് നവോത്ഥാന പ്രസ്ഥാന നായകന്മാരുടെ പങ്കിന്റെ തുടർച്ചയാണ്. കഴിഞ്ഞ ദിവസം റിസർവ് ബാങ്കിന്റെ സ്റ്റഡിയിൽ കേരളത്തിലെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ ശരാശരി കൂലിത്തോതിന്റെ ഇരട്ടിയാണ് ഗ്രാമീണ പ്രദേശങ്ങളിലടക്കം കേരളത്തിലെ കൂലിയിലേക്ക്. കേരളത്തിലെ തൊഴിലാളികളുടെ കർഷക തൊഴിലാളികളുടെ സംഘടനയിൽ പങ്ക് വഹിച്ചിട്ടുണ്ട്. 1957 EMS ഗവൺമെന്റ് പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇങ്ങനെ ആ ഗവൺമെന്റ് കൊണ്ടുവന്ന രാഷ്ട്രീയ പരിഷ്കാരം ഉപയോഗിച്ചുള്ള നടപടി വിദ്യാഭ്യാസം സൗജന്യമാക്കി സാധാരണക്കാർക്ക് കൂടി പ്രാപ്യമാക്കുന്ന ആ ഗവൺമെന്റ് ഇടപെടുന്ന ഇതേപോലെ സമരങ്ങളിലൂടെ ഭൂമി സമരം ഉൾപ്പെടെയുള്ള സമരങ്ങളിലൂടെ ഒരു തുള്ളി ഭൂമിയിലുള്ള അവകാശം കേരളത്തിലെ ജനങ്ങളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ പരിഷ്കാരങ്ങൾ തുടങ്ങിയതാണ്. 28 ലക്ഷം കുടിയേറ്റമാണ്. 5,30,000 കുടിയിറക്കുക. മൊത്തം 33,30,000 കുടിയേറ്റമാർക്കും കുടിയിറക്കുകാർക്കും ചവിട്ടി നിൽക്കാൻ ഒരു തുള്ളി ഭൂമി ലഭിച്ചു, കൃഷി ചെയ്യാൻ ഒരു തുള്ളി ഭൂമി ലഭിച്ചു. പഴയ കഥയിലെ പക്ഷെ അതിന്റെ സ്വാധീനം തുടരുകയാണ്. ആ ഭൂമി സ്വന്തമായി ലഭിക്കുന്നവർക്ക് തനിക്ക് ഒരു ഇടമുണ്ടായി എന്ന ധൈര്യം, ആ ധൈര്യത്തിൽ നിന്ന് തനിക്ക് അവകാശപ്പെട്ട കൂലി ചോദിക്കാനുള്ള തന്റെ കൂടി കൃഷിക്കാരൻ കുടിയിടക്കാരൻ ലഭിച്ചു. തന്റെ ഇടം എന്ന് പറയുന്ന വാക്കിന് അങ്ങനെ അർത്ഥം കൂടിയുണ്ട്. അതിൻ്റെതായിട്ടുള്ള ഒരു ഇടമുണ്ട്, ഈ കുരുടി മണമുണ്ട്, ഇതിനെ ഇറക്കിവിടില്ല. ഞാൻ കുടിയിടക്കാരെ ഇറക്കിവിടുന്നത് നിരോധിച്ചു. ആദ്യത്തെ ഗവൺമെന്റ് ചെയ്യാൻ അതിൽ നിന്ന് വളർന്നതാണ് ഇന്നത്തെ കേരളം. അതിൽ ഇന്നത്തെ ഇടതുപക്ഷ ജനാധിപത്യത്തിന് ഗവൺമെന്റ് ഒരു വിജ്ഞാന സമൂഹമായി ഇന്നത്തേതിലൊന്നും കേരളത്തിൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വിജ്ഞാന സമൂഹം എന്ന നിലയിൽ കേരളത്തിലുള്ള പദ്ധതി നമുക്ക് അറിയാം. പക്ഷേ ലോകത്തെ യൂറോപ്പിലെല്ലാം സമൂഹത്തിൽ സംഭവിച്ചിട്ടുള്ള വൈജ്ഞാനികമായ മാറ്റവും വളർച്ചയും വിജ്ഞാനാധിഷ്ഠിത സമ്പദ്ഘടനയായിട്ടുള്ള പരിവർത്തനം അതിന്റെ വിശദാംശങ്ങൾ ചർച്ചപ്പെട്ടിട്ടുള്ളതാണ്. അപ്പൊ 57 EMS ഗവൺമെന്റിലെ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ മൂല്യങ്ങളെ ആ ഗവൺമെന്റിന്റെ ഇടപെടലുകളിലൂടെ അതിന് അടിത്തറ കൊടുത്ത് ഒരു പുതിയ കേരളത്തെ കെട്ടിയുയർത്താൻ ശ്രമിച്ചെങ്കിൽ ആ കേരളത്തിന്റെ വളർച്ചയെ പുതിയ ഒരു തലത്തിലേക്ക് ഉയർത്താനാണ് രണ്ടാം പിണറായി വിജയൻ ഗവൺമെന്റ് പദ്ധതി തയ്യാറാക്കി. കേരളത്തിന് ശേഷമുള്ള ചരിത്രവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഇത് 2024 തയ്യാറായി. 2026 ആകുമ്പോൾ രണ്ടാം പിണറായി വിജയൻ ഗവൺമെന്റിന്റെ കാലാവധി പൂർത്തിയാകും. 10 വർഷം പൂർത്തിയാകും.
രണ്ടാം പിണറായി വിജയൻ ഗവൺമെന്റ് 10 വർഷ കാലാവധി പൂർത്തിയാക്കുമ്പോൾ ആധുനിക കേരളത്തിന്റെ ചരിത്രത്തിൽ കേരള പിറവിക്ക് ശേഷം എത്ര വർഷമായി? 2026 70 വർഷം, 7 പതിറ്റാണ്ട്. ഈ 7 പതിറ്റാണ്ട് കാലത്തെ കേരളത്തിന്റെ ആധുനിക ചരിത്രത്തിൽ ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിലുള്ള ഭരണം 57-ലെ EMS ഭരണം 2 വർഷങ്ങളുടെ ജനാധിപത്യത്തിനായി 67-ലെ രണ്ടാം EMS ഗവൺമെന്റ് കാലാവധി പൂർത്തിയാക്കാൻ അതിനെ അപ്രോച്ച്. പിന്നെ 80-ലെ ഒന്നാം വയനാട് ഗവൺമെന്റ് അതിനെ കാലാവധി പൂർത്തിയാക്കാൻ അപ്രോച്ച്. പിന്നെയാണ് കാലാവധി പൂർത്തിയാക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ള നേതൃത്വത്തിലുള്ള ഗവൺമെന്റുകൾ 1987-ലെ നയനാണ്, 96-ലെ നയനാണ്, 2006-ലെ ഇപ്പോൾ 2 ഘട്ടങ്ങളായി പ്രവർത്തിക്കുന്നുണ്ട്. പുതിയ രണ്ടാം പിണറായി വിജയൻ ഗവൺമെന്റ് കാലാവധി പൂർത്തിയാക്കുമ്പോൾ 3 വർഷത്തിലാണ് 57 ഗവൺമെന്റ് വ്യത്യസ്ത കാര്യങ്ങൾ. അപ്പോൾ 70 വർഷത്തിനിടയിൽ ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റുകളെ 3 പതിറ്റാണ്ട് പ്രവർത്തിക്കുന്നു. അതിന്റെ ഒരു നീക്കുമാക്കി കണക്കെടുത്ത് നടത്തുന്ന അവസരമായി 2026 മാറും. CPI പങ്കുവഹിച്ച ഗവൺമെന്റ് അതിന്റെ മുഖ്യമന്ത്രി പക്ഷേ മുന്നണിയുടെ ഘടനയിൽ അത് രാഷ്ട്രീയപരമായ ഇടതുപക്ഷത്തിൻ്റെതാണെന്ന് അവകാശപ്പെടാൻ കഴിയുമോ എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം തെറ്റിപ്പോയിങ്ങനെ ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെതിരായി അതിന്റെ നേതൃത്വത്തിനെതിരായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ നയിക്കുന്ന പാർട്ടികളുടെ നേതൃത്വത്തിനെതിരായി നടക്കുന്ന ഒരു വിജയമില്ല. ആ കള്ളപ്പത്തെ വിജയാദികളുടെ നിങ്ങളുടെ മനസ്സിൽ കുറച്ചും കൂടെ ശ്രമമായ ഭാഷ വിശേഷിച്ചു. ഇതിന്റെ പിന്നിലൊരു വർഗ സമീപനം അവരെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും നേതൃത്വത്തെയും കിടന്നാക്രമിക്കാൻ ഒരു വിശാലമായ സെക്ഷൻ, അപ്രഖ്യാത സെക്ഷൻ ഉണ്ടായിരിക്കും കേരളം. വിമോചന സമര സമാനമായി അതിനേക്കാൾ കൂടുതൽ രാഷ്ട്രീയം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ ജയിക്കുക, ഭരണനേതൃത്വം രക്ഷിക്കുക തുടങ്ങിയ കാര്യങ്ങൾ അത് ഇപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയ്ക്ക് ജനങ്ങൾ തീരുമാനിക്കുമ്പോൾ എത്തിക്കേണ്ടി വരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചരിത്രത്തിലേക്ക് പോയാൽ 1920 രാഷ്ട്രീയത്തിലേക്ക് കൂടി, 25 കാൺപൂരിൽ കൂടി. പക്ഷെ ഒരു പാർട്ടി കോൺഗ്രസ് നേരെ നടത്താൻ ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കഴിഞ്ഞത് രൂപീകരിക്കപ്പെട്ട് 14 കഴിഞ്ഞിട്ടാണ്. 1943 മാത്രമാണ് ആദ്യം പാർട്ടി നിരോധിക്കപ്പെടുകയായിരുന്നു ദീർഘകാലം. പാർട്ടിയുടെ അതുല്യനായ കേരളത്തിൽ ബി കൃഷ്ണപിള്ള വിട്ടുപിരിഞ്ഞത് അന്ന് പാർട്ടി നിരോധിക്കപ്പെട്ടിരുന്നതോടുകൂടിയാണ്. ചികിത്സ സ്ഥലത്തേക്ക് എത്തിക്കാൻ കഴിയുമായിരുന്നില്ല. നിരോധിക്കപ്പെട്ട പാർട്ടിയാണ്. ഒളിച്ചും മാത്രമാണ് ബി കൃഷ്ണപിള്ളയെ കൊണ്ടുപോയി. അപ്പൊ ഈ പാർട്ടി കടന്നു പോകുന്നതെല്ലാം കണ്ണിൽ പഠിക്കുന്നതിലൂടെയാണ്.
ഒന്നാം പാർട്ടി കോൺഗ്രസ് ചേരുമ്പോ 319 പ്രതിനിധികളാണ് പങ്കെടുത്തത്. അതൊരു 45. അതിന്റെ കമ്മീഷൻ റിപ്പോർട്ട് നോക്കിയപ്പോ ആ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുത്ത പ്രതിനിധികൾ 70% ജയിലിൽ കിടന്നിട്ടുള്ളവരാണ്. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തത് എല്ലാ സഖാക്കളിലും ജയിലിൽ കിടന്ന കാര്യം കൂട്ടിയപ്പോ 414 വർഷം. അതിൽ ബാബാ സോഹൻ സഖാവ് 27 വർഷം ജയിലിൽ. നെൽസൺ മണ്ടേല ജയിലിൽ കിടന്നത്. അപ്പൊ നിരോധനത്തിന് വിജയമാക്കി, അടിച്ചമർത്തലിന് വിജയമാക്കി, അങ്ങനെയെല്ലാം ചെയ്യുന്ന പാർട്ടിക്ക് രണ്ടാം ഗവൺമെന്റ് പിണറായി നേതൃത്വത്തിൽ അടുത്ത 2026 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ വീണ്ടും ജയിക്കണം, പൊതുഭരണം വേണം എന്ന് ഈ ഗവൺമെന്റിന്റെ ജനപക്ഷ നിലപാടുകൾ മനസ്സിലാക്കുന്ന ജനങ്ങൾക്ക് തോന്നാം, പൊതുവെ പ്രതീക്ഷിക്കുന്നു. പക്ഷെ UDF-നെ സംബന്ധിച്ചിടത്തോളം ഈ അധികാരം വിട്ട് അധികാരമില്ലാതെ നിൽക്കേണ്ടി വരിക എന്ന് പറയുന്നത് കോൺഗ്രസിനും മുസ്ലിം ലീഗിനും ഒന്നും ചിന്തിക്കാൻ പറ്റുന്ന കാര്യമില്ല. അതുകൊണ്ടാണ് ഒരു മര്യാദയില്ലാത്ത വ്യക്തിഹത്യയ്ക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള കള്ളക്കഥകളുടെ പ്രധാനത്തിലും ഒരു വിഭാഗം മാധ്യമങ്ങളുടെ നിരുത്തരവാദപരമായ സഹകരണത്തോടുകൂടി പുറമെ BJP മുതൽ കൂടാൻ കാരണം കേന്ദ്രം BJP ഭരിക്കുന്നു, സംസ്ഥാനങ്ങളിൽ BJP ഭരിക്കുന്നുണ്ട്, കോൺഗ്രസ് ഭരിക്കുന്നുണ്ട്, മറ്റു പാർട്ടികൾ ഭരിക്കുന്നുണ്ട്, പ്രാദേശിക പാർട്ടി ഭരിക്കുന്നുണ്ട്. പക്ഷെ ഒരു വികസന നയം വികസിപ്പിച്ച് നടപ്പാക്കാൻ ശ്രമിക്കുന്നത് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിലാണ്. അതിന്റെ വിശദാംശങ്ങൾ പലതവണ പറഞ്ഞതുകൊണ്ട് ഇന്റർനെറ്റ് എന്ന് പറയുന്ന ആധുനികമായ ആശയവിനിമയ സംവിധാനം അത് ജനങ്ങളുടെ മൗലികാവകാശമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഏറ്റവും ദരിദ്രരായ 20 ലക്ഷം കുടുംബങ്ങൾക്ക് അത് സൗജന്യമായി ലഭ്യമാക്കാനുള്ള കേരള ഫൈബർ ഓപ്റ്റിക്കൽ നെറ്റ്വർക്ക് എയർപോർട്ട് ലോകത്തിന് വേറെ എവിടെയെങ്കിലും ഒരു പത്രമാണ് അപ്പോൾ തികച്ചും വ്യത്യസ്തമായി. അതിൽ എന്തോ നോക്കാൻ ഒരു വക്കെടുത്ത് എന്റെ നോക്കുന്നത് പോലെ ഒന്ന് ചേർക്കണം. ആത്മഹത്യകളുടെയും സ്കൂളുകളുടെയും രണ്ടാം പിണറായി വിജയൻ ഗവൺമെന്റ് വരുമ്പോൾ വ്യവസായ സൗഹൃദം എന്ന നിലയിൽ മൂലധന നിക്ഷേപത്തിലേക്ക് അനുയോജ്യമായ സ്ഥലമെന്ന ഒരു സത്യേരി വകുപ്പോലും ചില കണക്കുകളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ നൽകപ്പെട്ടു. പക്ഷേ വ്യവസായ വകുപ്പിന്റെ ശിക്ഷാത്മകമായ ഇടപെടലുകളുടെ ഫലമായി ഇപ്പോൾ നിങ്ങൾക്കറിയാം വ്യവസായ സൗഹൃദ അന്തരീക്ഷം രൂപപ്പെടുത്തുന്നതിൽ കേരളം ഇപ്പോൾ ഇന്ത്യയിൽ ഒന്നാണ്. 4,20,000 വീടുകൾ ഭവനരഹിതർക്ക് കൊടുക്കുന്നുണ്ട് ഈ ഗവൺമെന്റ്. തീവ്ര ദാരിദ്ര്യത്തിൽ കഴിയുന്നവരെ അവിടെ നിന്നും ഉയർത്തി ജീവിതത്തിലേക്ക് അവരുടെ ജീവിത നിലവാരത്തെ പരിവർത്തിപ്പിക്കാനുള്ള പ്രവർത്തനം കേരളം LDF ഗവൺമെന്റ് കാലഘട്ടത്തിൽ പൂർത്തീകരിക്കുന്നതോടുകൂടി തീവ്ര ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്ത ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനമായി കേരളം ഈ പ്രവർത്തനങ്ങളിൽ ഒക്കെ നടത്തുന്നു എന്നതുകൊണ്ടാണ് ഈ സംസ്ഥാനത്തിന് അവകാശപ്പെട്ട
ദുരിതാശ്വാസ ഫണ്ട് ചൂരൽമലയിലെയും മുല്ലക്കയിലെയും ഒളിച്ചുപോയ രണ്ട് ഗ്രാമങ്ങൾ അവരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുകയാണ്. വിഷയങ്ങളൊക്കെ വരുമ്പോൾ രാഷ്ട്രീയമായ നിലപാടുകാർ വിദ്യുതരാറുണ്ടെങ്കിൽ ജനത ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ കേരളത്തെ സഹായിക്കാൻ ചുമതലയുള്ള കേന്ദ്ര ഗവൺമെന്റ് കേരളത്തോട് കാണിക്കുന്ന അതിനെതിരായി തിരുവനന്തപുരം ജില്ലയിലെയും കേരളത്തിലെയും ജനങ്ങളെയും വേണ്ട പോലെ ബോധവൽക്കരിക്കാനുള്ള വലിയൊരു പ്രസ്ഥാനമാണ്. ഈ ദുരന്തമുണ്ടായപ്പോൾ കേരളത്തിന് അവകാശപ്പെട്ട ദുരിതാശ്വാസം നൽകാമെന്ന് മാത്രമല്ല, കേന്ദ്ര സംസ്ഥാന സാമ്പത്തിക ബന്ധങ്ങൾ കേന്ദ്രത്തിന് അമിതാധികാരം നൽകുന്ന വിധത്തിലാണ് നരേന്ദ്രമോദിയുടെ കാലത്ത് പ്രവർത്തിച്ചത്. എന്റെ വസ്തുത മനസ്സിലാക്കുമ്പോൾ ഇത്ര വലിയ ഒരു തലതിരിഞ്ഞ എങ്ങനെ ഉണ്ടാകുന്നു? രാജ്യത്തിന്റെ ആകെ സാമ്പത്തിക ചെലവിന്റെ 40% കേന്ദ്രം നിർവഹിക്കുന്നത്. ഗവൺമെന്റിന് നടത്തുന്ന രാജ്യത്തിന്റെ ആകെ സാമ്പത്തിക ചെലവിന്റെ 60% വിവിധ സംസ്ഥാന ഗവൺമെന്റുകളാണ്. വ്യക്തമായ എന്നാൽ നികുതി വരുമാനത്തിന്റെ 60% അതിലധികം 65% കേന്ദ്രത്തിന്റെ ഘടന കേന്ദ്രത്തിന്റെ ചെലവിന്റെ 60% കീഴിൽ വരുന്ന സംസ്ഥാനങ്ങൾക്ക് നികുതി വരുമാനത്തിന്റെ 40% ഒറ്റനോട്ടത്തിൽ തന്നെ തലത്തിലില്ല ഒരു നയം. കേരളത്തിന് ഇതിൽ കൂടുതൽ നഷ്ടങ്ങൾ സംഭവിക്കുന്നു. അത് പലതവണ ഇപ്പോൾ മഹാദുരിതത്തിലേക്ക് നമ്മുടെ സംസ്ഥാനത്തിന്റെ ഒരു പ്രദേശം മാറി. അതിനടുത്ത നാളുകളിൽ ചില പ്രകൃതി ദുരന്തങ്ങളിൽ ആന്ധ്രയിലുണ്ടായി, തമിഴ്നാട്ടിലുണ്ടായി, ത്രിപുരയിൽ ചെറിയുണ്ടായി, 1500, 2000, 3000 എന്തെല്ലാം കോടികൾ അത്തരം സഹായം മറ്റ് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നത് നമുക്ക് പരാതിയില്ലല്ലോ. പക്ഷെ കേരളത്തിന്റെ കാര്യം ഈ വിഷയത്തിൽ കേരളത്തിലെ ജനങ്ങളെ ഒരുമിച്ച് അണിനിരത്തിക്കൊണ്ട് കൂടുതൽ ശക്തമായ നടപടികൾ നമുക്ക് നടത്തേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ ഹൈക്കോടതി പോലും ശക്തമായി ഈ ചൂരൽമല മുണ്ടക്കൈ ദുരന്തമുണ്ടായി അതിന്റെ എതിർക്ക് പരിഹാരമുണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേന്ദ്രം വഹിച്ചിരിക്കുന്നു. 2016-ലും 2018-ലുമെല്ലാം വ്യോമസേന രക്ഷാപ്രവർത്തനം നടത്തിയതിന് കേട്ടോ ഈ സമയത്താണ് ഈ ഇത് അയക്കുന്നത്. ഇത് കേരളത്തിന്റെ ഹൈക്കോടതി ചോദിക്കാൻ നിർബന്ധിക്കപ്പെടുന്ന. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രം കേരളത്തിലെ ഇടതുപക്ഷാധിപത്യ മുന്നണി ഗവൺമെന്റ് ബദൽ നയങ്ങൾ നടപ്പാക്കിക്കൊണ്ട് മുന്നോട്ട് പോയാൽ അത് BJPക്കും കോൺഗ്രസിനും മറ്റ് പ്രതിപക്ഷ പാർട്ടികൾക്കും അവർ പിന്തുടരുന്ന സാമ്പത്തിക നയങ്ങൾ എത്രമാത്രം ജനവിരുദ്ധമാണ് ജനങ്ങൾക്ക് തിരിച്ചറിയാൻ ഇടപെടുന്നു. അവർ തികച്ചും വ്യത്യസ്തമായ നയങ്ങൾ നടപ്പാക്കാൻ ശ്രമിക്കുന്ന കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ ഏത് വിധത്തിൽ ദുർബലപ്പെടുത്തണം? സാമ്പത്തികമായി വലിയ മുറുക്കി ശ്വാസം മുട്ടിച്ച് ഈ ഗവൺമെന്റ് അതിന്റെ കടമകൾ നിറവേറ്റുന്നത് അതേണം എന്ന് ചിന്തയാണ്. ഈ സാഹചര്യത്തിൽ പാർട്ടി സമ്മേളനങ്ങൾ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും CPI-നെയും ലക്ഷ്യം വെച്ചുകൊണ്ട്
പ്രതിരോധ ശക്തികൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ അതിനെ സുശക്തമായി ചെറുക്കാനുള്ള കരുത്ത് എങ്ങനെ നേടാം എന്ന് അതിന് നമ്മൾ സ്വീകരിക്കാൻ നമുക്ക് ഏറ്റെടുക്കേണ്ടതായിരുന്നു. ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ദേശീയ രാഷ്ട്രീയം പ്രവർത്തിക്കുന്ന ലോക രാഷ്ട്രീയ സംഭവരാഷ്ട്രങ്ങളിലേക്ക് വളരെ ഹ്രസ്വമായി മാത്രം കടക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് വിശദമായി പറയാതിരിക്കാൻ പറയേണ്ടതില്ല എന്ന് ഒരു സംശയമെടുക്കാൻ കാരണം CPI-യുടെ സമ്മേളന നടപടിക്രമങ്ങളുടെ ഭാഗമായി ദേശീയ രാഷ്ട്രീയ സ്ഥിതിഗതികളെയും സാർവദേശീയ രാഷ്ട്രീയ സ്ഥിതികളെയും അവലോകനം ചെയ്യുന്ന ഒരു രേഖ പാർട്ടി ഉടനീളം ചർച്ച ചെയ്യാൻ വേണ്ടി തയ്യാറായി രാഷ്ട്രീയ പ്രമേയം എന്നുള്ള കാര്യങ്ങൾ ജനുവരി മാസം കൽക്കട്ടയിൽ ചേരാൻ പോകുന്ന പാർട്ടിയുടെ കേന്ദ്രത്തെ പറ്റി കരട് രാഷ്ട്രീയ പ്രമേയത്തിന് രൂപം നൽകി. അത് പിന്നെ എന്താ ചെയ്യുന്നില്ല അറിയാൻ ചെറുത്തുണ്ടാകാം. ബ്രാഞ്ച് മുതൽ എല്ലാ പാർട്ടികളെയും കേന്ദ്ര കമ്മിറ്റി തയ്യാറാക്കുന്ന കരട് രാഷ്ട്രീയ പ്രമേയം ചർച്ച ചെയ്യണമെന്ന് ഭേദഗതികളിലേക്ക് കേന്ദ്ര കമ്മിറ്റി എന്താ ഈ പ്രധാനപ്പെട്ട രേഖയിൽ ഉൾപ്പെടുത്തി. അങ്ങനെ ആയിരിക്കുന്ന ഭേദഗതികൾ ചിലത് കേന്ദ്ര കമ്മിറ്റിയും പാർട്ടി കോൺഗ്രസ് അംഗീകരിക്കും. അപ്പൊ ആ രേഖ രാഷ്ട്രീയ രീതികളെല്ലാം വിശദമായി പ്രതിപാദിക്കാൻ പോകുന്നു, ചർച്ച ചെയ്യാൻ പോകുന്നു. അതുകൊണ്ടാണ് ഈ ദേശീയ പ്രാദേശിക കാര്യങ്ങളെ കുറിച്ച് ഞാൻ ആദ്യം പരാമർശിക്കാൻ കഴിയും. ഇനി തന്നെ വിശദമായി പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിന് ശേഷം 24 പാർട്ടി കോൺഗ്രസിലേക്ക് മുമ്പ് ദേശീയ രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നാടോളധികം സീറ്റ് നേടിക്കൊണ്ട് ഇന്ത്യൻ ഭരണഘടനയിൽ തന്നെ RSS BJP വീക്ഷിക്കുന്നതോടുള്ള ഭേദഗതികൾ ഞങ്ങൾ നടപ്പാക്കാൻ പോകുന്നു എന്ന അവകാശവാദവുമായി 2024 തെരഞ്ഞെടുപ്പിലേക്ക് പോയി നരേന്ദ്രമോദിക്കും BJPക്കും അവരുടെ കൂട്ടാളികൾക്കും അവരുടെ കണക്കൂട്ടലുകൾക്കും ഇന്ത്യൻ ജനതയ്ക്ക് തെറ്റിക്കാൻ കഴിയും. ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് യഥാർത്ഥത്തിൽ CPI-യും എല്ലാം പങ്കുവഹിച്ചുകൊണ്ട് വികസിപ്പിച്ചെടുത്ത ഇന്ത്യ ബ്ലോക്ക്, ആ ഇന്ത്യ ബ്ലോക്ക് അതിന്റെ ഉത്തരവാദിത്തങ്ങൾ ചുമതലകൾ കൂടുതൽ കരുതലോടും ശ്രദ്ധാപൂർവ്വം നടത്തിയിരുന്നുവെങ്കിൽ ഇന്ത്യ ബ്ലോക്കിലെ ചില പാർട്ടികൾ കരുതലോടും ശിക്ഷയോടും കൂടി അവരുടെ ചുമതല നിറവേറ്റിയിരുന്നെങ്കിൽ BJP-യുടെ നേതൃത്വത്തിലൂടെ ഇതിനേക്കാളും പ്രധാനം എടുക്കാൻ കഴിയുമായിരുന്നു ഈ കഴിഞ്ഞ ദിവസം. പക്ഷെ തെരഞ്ഞെടുപ്പ് ഫലം ഒന്ന് BJP-യെയും കൂട്ടരെയും ഇന്ത്യൻ ജനതയ്ക്ക് പരാജയപ്പെടുത്താൻ പ്രയാസമില്ല എന്ന ആത്മവിശ്വാസം പല കോൺഗ്രസ് നടത്തിയിരുന്നു. UP-യിൽ അവർക്കുണ്ടായിട്ടില്ല. വിശദാംശങ്ങളിലേക്ക് പോകുന്നു. തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് 400 സീറ്റ് നേടാൻ കഴിയും. 543 സീറ്റുള്ള ലോക്സഭയിൽ 400 സീറ്റ് തങ്ങൾക്ക് നേടാൻ കഴിയും എന്ന കണക്കൂട്ടലോടുകൂടി അവർ നീങ്ങിയതിന്റെ പിന്നിൽ അവർ അത്തരം ചിന്തയെ പൂർവ്വലകമായി ഘടകമെന്താണ്? RSS BJP ദീർഘകാലം അവകാശപ്പെട്ടിരുന്ന ചില കാര്യങ്ങൾ നടപ്പാക്കി ഞങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് BJP വർഗീയ വിഭജനം കൂടി ലക്ഷ്യമിട്ടുകൊണ്ട് ലോക്സഭയിലേക്ക് പോയി. ഒന്ന് രാമക്ഷേത്ര നിർമ്മാണം. രാമക്ഷേത്രം അല്ലെങ്കിൽ കൃഷ്ണക്ഷേത്രം, ശിവക്ഷേത്രം ഇതെല്ലാം സ്ഥാപിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇഷ്ടപ്പെട്ട ആരാധനാലയങ്ങൾ നമുക്ക് നടത്തില്ല.
രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷം പറഞ്ഞിരുന്നത്, മതേതരശക്തിയിൽ പറഞ്ഞത് ബാബറി മസ്ജിദ് പൊളിച്ച് അവിടെ തന്നെ ഇഷ്ടപ്പെട്ടിരിക്കണം. തലമുറ കാലത്ത് ബാബറി മസ്ജിദ് അതുപോലെ പോയി പൊളിച്ചു. സുപ്രീം കോടതിയിൽ പ്രത്യേകം ബാധിച്ചു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി രാഷ്ട്രീയത്തിന്റെ ആരാധന പൂജാമുറി അത് ഉദ്ഘാടനം ചെയ്തു. പൂജാരിമാരാണ്. നരേന്ദ്രമോദിയും ആദിത്യനാഥും പോയി ഉദ്ഘാടനം ചെയ്തു. അതായത് ജനാധിപത്യ ഭരണഘടനാ മൂല്യങ്ങളെ മുഴുവൻ ചവിട്ടിയടച്ചു. ഇവർ വിചാരിച്ചത് ബാബറി മസ്ജിദ് പൊളിച്ചു, നമ്മുടെ രാഷ്ട്രീയത്തിനും ഉദ്ഘാടനം ചെയ്തു. മുക്തിയായ അതോടുകൂടി ഉത്തരേന്ത്യയിൽ ശക്തമാക്കി തങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തെ മുഴുവൻ തങ്ങളുടെ കൈപ്പിടി കൊടുക്കാൻ വിചാരിച്ചു. 2014 2019 BJP ഒറ്റയ്ക്കുണ്ടായിരുന്ന ഭൂരിപക്ഷത്തിലാണ് 2023. മാത്രമല്ല ഇന്ത്യ ജയിക്കാൻ വേണ്ടി എന്ന മട്ടിൽ നിർമ്മിച്ച ഈ രാമക്ഷേത്രം നിൽക്കുന്ന അയോധ്യ ഭാഗങ്ങളുണ്ടല്ലോ അവിടെ ദലിതനായ സോഷ്യലിസ്റ്റ് പാർട്ടി സ്ഥാനാർത്ഥിയാണ് പ്രതീക്ഷിച്ചത്. സമാധാന പാർട്ടിയിലെ എന്ന് പറയുന്നത് അല്ലേ? സമാജവാദി പാർട്ടി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ സോഷ്യലിസ്റ്റ് മൂല്യങ്ങളോട് പ്രതിബദ്ധത പാർട്ടിയെ സാങ്കേതിക സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ പക്ഷെ പറഞ്ഞോട് രാമക്ഷേത്രം നയിക്കുന്ന അയോധ്യയിൽപ്പെടുന്ന മണ്ഡലത്തിൽ അപ്പോൾ BJP എന്ന് പറഞ്ഞാൽ നമുക്ക് തോൽപ്പിക്കാൻ പറ്റാത്ത ഒരു പാർട്ടി അല്ല എന്ന് സുശീലമായി അനുഭവപ്പെട്ട തെരഞ്ഞെടുപ്പാണ്. തോൽപ്പിക്കാൻ കഴിയുന്നവരെ ജനങ്ങളോട് ബോധ്യപ്പെട്ടു. കൂടുതൽ കഴിവുകൂടി 2024 തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ ബ്ലോക്കിലെ പാർട്ടികളെല്ലാം സമുചിതമായ ഉത്തരവാദിത്വബോധത്തോടുകൂടി പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഇതിനേക്കാൾ നൽകാൻ കഴിയുമായിരുന്നു. ചിലപ്പോൾ അവരെ അധികാരത്തിൽ നിന്നാണ് വേണ്ട പോലെ ഉപയോഗപ്പെടുത്താൻ കഴിയാത്ത ആളല്ല പരിശോധിക്കപ്പെടുന്നത്. 2 പ്രശസ്തി അങ്ങനെയാണ് BJP ഭരണം. ബീഹാറിലെ നിതീഷ് കുമാറിന്റെയും ആന്ധ്രയിലെ ചന്ദ്രബാബുവിനെയും പക്ഷേ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന മട്ടിലാണ് കേന്ദ്ര BJP ഗവൺമെന്റ് കൂടുതൽ വർഗീയ ഫലങ്ങൾ ഉണ്ടാക്കി വിശദാംശങ്ങളിലേക്ക് പോകുന്നു. ഉത്തർപ്രദേശിനെതിരെ അറസ്റ്റ് ചെയ്ത് അവരുടെ വീട്ടിൽ നിന്നും ബൈബിൾ കണ്ടെടുത്ത് ബൈബിൾ ഒരു തീവ്രവാദ ഗ്രന്ഥമാണ്. തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഗ്രന്ഥമാണ്. മുസ്ലിം വേദികാരനായോ വേട്ടയാടപ്പെടാൻ വേറെ ഒന്നും ആവശ്യമില്ല. ഇപ്പൊ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ ഉത്തർപ്രദേശിലെ ഒരു മണ്ഡലത്തിൽ അവരുടെ ശതമാനത്തിലധികം മുസ്ലിം ന്യൂനപക്ഷത്തിൽപ്പെട്ടവരുള്ള മണ്ഡലം അത് 30 വർഷത്തിനിടെ ആദ്യമായി BJP പിടിച്ചെടുത്തു. ന്യൂനപക്ഷത്തിൽപ്പെട്ടവർ പോളിംഗ് ബൂത്തിലേക്ക് പോകണ്ട, ഇവരുടെ അക്രമികളെ അവിടെ തടയുകയാണ്. ഈ പ്രവർത്തനങ്ങളിൽ BJPയുടെയും ആർഎസ്എസിന്റെയും ഗൂണ്ടാവിളയാട്ടങ്ങളിൽ പോലീസ് സ്വീകരിക്കുക. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ബുൾഡോസർ മുഖ്യമന്ത്രി. അപ്പോ ജനങ്ങൾ ഏൽപ്പിച്ച പ്രഹരം BJPയെ ഇത്ര വർഗീയപരമായ പ്രവർത്തനങ്ങൾ നടത്താൻ പാടില്ല
അതിനകത്ത് കുറച്ച് മാറ്റമൊക്കെ വരുത്തി കുറച്ചുകൂടെ സമൂഹത്തിന് സ്വീകാര്യമാകുന്ന മറ്റൊരു പാർട്ടിയെ നമുക്ക് മാറാൻ കഴിയുമോ? അങ്ങനെ ചിന്തിക്കാനല്ല, കൂടുതൽ തീവ്രമായ വലിയ പ്രവർത്തനങ്ങളിലൂടെ രാഷ്ട്രീയ ലാഭം അതാണ് BJP നടത്തുന്നത്. ഇപ്പോ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് അത് പാസാക്കാനുള്ള ശേഷി ലോക്സഭയില്ല. ഭൂരിപക്ഷം പാർലമെന്റ് അംഗങ്ങൾ ഹാജരാകുകയും അവർ വോട്ടിങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തിട്ട് മൂന്നിൽ ഭൂരിപക്ഷം ഉണ്ടാകണം. അതിന്റെ നിവൃത്തിയില്ല. പക്ഷെ സമൂഹത്തിൽ ഓരോ തരത്തിൽ ഭിന്നിപ്പുണ്ടാക്കാനുള്ള വിഷയങ്ങൾ കണ്ടുപിടിക്കുക, കോമൺ കോഡ് 370 ഉണ്ടാക്കുന്ന അപഹാർയമായ ഈ ഒരു രാജ്യം തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ BJPയുടെ നേതാവ് BJP അവരുടെ രാഷ്ട്രീയ വിശദീകരണങ്ങൾ അതിൽ കേന്ദ്രീകരിച്ച് പാർലമെന്റിൽ നിൽക്കും, നിയമസഭാ തെരഞ്ഞെടുപ്പും ഇതെല്ലാം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ 3 ദിവസത്തിൽ നടത്തുന്നുണ്ട്. പാർലമെന്റ് വർഷത്തിൽ ഒരുമിച്ച് പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് 3 മാസത്തിൽ 3 ദിവസം. അപ്പൊ സംസ്ഥാന ഗവൺമെന്റ് നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് മുനിസിപ്പൽ ഇലക്ഷൻ സംവിധാനം ഒന്നും പിന്നെ എല്ലാ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനാണ്. ഭരണഘടനാപരമായി സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഏജൻസികളെ ചൊൽപ്പടിയിൽ കൊണ്ടുവന്നുകൊണ്ട് ഒരു രാജ്യം, ഒരു തെരഞ്ഞെടുപ്പ്, ഒരു ഭാഷ, ഒരു പാർട്ടി, ഒരു നേതാവ്, ഇതെല്ലാം ഏകാധിപതിയായ ഒരാളിലേക്ക് കേന്ദ്രീകരിക്കുന്ന ഒരു പദ്ധതിയാണ്. അത് ഇപ്പം സെലക്ട് കമ്മിറ്റി പാർലമെന്ററി കമ്മിറ്റിക്ക് സെലക്ട് കമ്മിറ്റിക്ക് ഇത് രാഷ്ട്രീയ ധ്രുവീകരണത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക, വിഷയങ്ങൾ കണ്ടുപിടിക്കുക. 2 പ്രതിപക്ഷ മുഖ്യമന്ത്രിമാരെ ജയിലടച്ചുകൊണ്ടാണ് വേണ്ടതെന്ന് പ്രവർത്തനം. അപ്പൊ തികച്ചും അസാധാരണമായ ഒരു സ്ഥിതിയിലേക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തെ കൊണ്ടുപോകുക. നമ്മളിതിനെ പാർട്ടിസ്റ്റിക് എന്ന ഒരു പദം ഉപയോഗിച്ചാണ് നിർവചിച്ചു പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പ്രമേയ ഇന്നത്തെ ഇന്ത്യയിലെ ഭരണ സംവിധാനത്തെ എങ്ങനെ നമ്മൾ നിർവചിക്കണം, എങ്ങനെ മനസ്സിലാക്കണം? എന്തായാലും മറ്റു രാജ്യങ്ങളിൽ വ്യത്യസ്തതകൾ ഉണ്ടായിരിക്കെ തന്നെ RSS നേതൃത്വത്തിലുള്ള ഈ ഭരണ സംവിധാനത്തെ പരാജയപ്പെടുത്തുക എന്നതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതിന് സഹായകമായ ഏറ്റവും വിസ്തൃതമായ വിശാലമായ ഒരു രാഷ്ട്രീയ സമരവേദി രൂപപ്പെടുത്തുക എന്നതാണ് ഇന്ത്യൻ സാഹചര്യത്തിൽ നമ്മുടെ ഒന്നാമത്തെ അടിയന്തര രാഷ്ട്രീയ കടമയായി സ്വീകരിക്കുന്നത്. ഇതാണ് ഒന്നാമത്തെ രാഷ്ട്രീയ കടമയെങ്കിൽ അതോടൊപ്പം പ്രാധാന്യമുള്ള രാഷ്ട്രീയ കടമയായി പാർട്ടി കാണുന്നത് RSSനെ പരാജയപ്പെടുത്താൻ വേണ്ടി ഇത്തരത്തിലുള്ള RSS നിയന്ത്രണത്തിലുള്ള BJP ഭരണത്തെ പരാജയപ്പെടുത്താൻ വേണ്ടി ഇത്തരത്തിൽ വിശാലമായ ഒരു സമരവേദി രൂപപ്പെടുത്തുകയുള്ള അടിയന്തര കടമയോടൊപ്പം ആ അടിയന്തര കടമ നിറവേറ്റാൻ നമുക്ക് സംഭാവന നൽകാൻ കഴിയണമെങ്കിൽ അതിന് ശേഷിയുള്ള പ്രശസ്തമായ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വളർത്തിയെടുക്കണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വതന്ത്രമായ ശക്തി ചോർച്ചകൾ സംഭവിക്കും. ചോർച്ചകൾ നടത്താൻ മാത്രം ഇന്നത്തെ അപേക്ഷിച്ച് പല ഘടകങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടതുപക്ഷ ജനാധിപത്യ
ശക്തികളുടെ സ്വാധീനം. ഇടതുപക്ഷ ജനാധിപത്യ സിസ്റ്റം എന്ന് പറയുമ്പോൾ കേരളത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രീയ അഖിലേന്ത്യാ തലത്തിൽ രൂപപ്പെട്ട സമര പോരാട്ടത്തിന്റെ അത് ശക്തിപ്പെടുത്തുക. ബഹുജന സംഘടനകൾ ഇതെല്ലാം ചേർന്ന് രൂപപ്പെട്ട് വരുന്ന ഒരു സമര മുന്നണിയാണ്. അത് പെട്ടെന്ന് നമുക്ക് നേരിടിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് നേരിടിക്കാനുള്ള സാധ്യതകൾ പെട്ടെന്ന് നേരിടിക്കണം. RSS രൂപീകരിക്കപ്പെട്ടതിന്റെ ശതാബ്ദിയാണ് 2025. അവർ നിശബ്ദമായി ജനങ്ങളുടെ മനസ്സിലേക്ക് കടക്കാൻ വേണ്ടി പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന പ്രവർത്തനം നടത്തിയാണ് RSSന്റെ നേതാക്കൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി മാറ്റിയത്. 5 വർഷം കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞ് 25 വർഷം കഴിഞ്ഞ് ഫലമുണ്ടാകണം. ആസൂത്രിതമായ തൊഴിലാളികളുടെ വിഭവസ്ഥാനം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വർഗബലാബലത്തിൽ മാറ്റമുണ്ടാക്കാനുള്ള കാഴ്ചപ്പാടുമായി പ്രവർത്തിക്കുമ്പോൾ പെട്ടെന്ന് നേട്ടമുണ്ടാക്കാൻ പറ്റുന്ന സാഹചര്യം രൂപപ്പെടുമെന്നാൽ ആ സാഹചര്യം രൂപപ്പെടുക. അത്തരം സാഹചര്യം രൂപപ്പെട്ട ഒരു അനുഭവം നമ്മുടെ തെക്ക് ഭാഗം ഇരക്കയിൽ അവിടെ അധികാരത്തിൽ ചെയ്യുന്ന ജനതാ മുക്തി പെരുമിന് മാർക്സിസ്റ്റ് പാർട്ടിയാണ്. അവിടെ 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ്. ഒന്ന് JVP 60 ലക്ഷത്തിന് കൊടുക്കുക, മറ്റൊന്ന് ശ്രീലങ്കൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ജനതാ മുക്തി പെരുമിന് 2022 നടന്ന വലിയ ബഹുജന പ്രക്ഷോഭത്തില്ല നാട് തോടാൻ പ്രേരിപ്പിച്ച വലിയ ബഹുജന സ്വയംഭൂവായ ഒരു കൃഷിക്കാരിൽ പങ്കുവഹിച്ചിരുന്നു. വളം ലഭിക്കുന്നില്ല, വളത്തിന്റെ വില വലിയ വർദ്ധിച്ചു. അങ്ങനെ കൃഷിക്കാർ കുറഞ്ഞ വിലയ്ക്ക് നിങ്ങൾക്ക് വളം ലഭ്യമാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയ സമരമാണ് വ്യാപിച്ചത്. എന്താണ് നമ്മുടെ കണ്ടത്? സ്വയംഭൂമായ സമരത്തിൽ ഈ ജനതാ മുക്തി പെരുമനയുടെ സഖാക്കൾ ജനതാ മുക്തി പെരുമനല്ല, പക്ഷെ എല്ലാ സമരത്തിൽ പങ്കാളികളാണ്. ഡൽഹിയിലെ സംയുക്ത കർഷക സമരത്തിൽ കിസാൻ സഭയിൽ കർഷക തൊഴിലാളികളുടെ പങ്കാളികളാണ്. സംയുക്ത കിസാൻ സമരത്തിന്റെ പിന്നെ മുഖമായി നമ്മുടെ ഹരിതയിലെ ബിജു കൃഷ്ണനും അതുപോലെ കൃഷ്ണപ്രസാദ് ഇവരെല്ലാം കർഷക നേതാക്കന്മാരുടെ ആ സമരത്തിന് മുന്നണിയിരിക്കാൻ കഴിയും, ഒപ്പം നിൽക്കാൻ കഴിയും. പക്ഷെ ഇത് രാജ്യത്തിന്റെ മൊത്തം ചരിത്രം മാറ്റി ശ്രീലങ്കയിൽ അങ്ങനെയാണ്. 5 വർഷം മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ 4% മാത്രം വോട്ട് കിട്ടിയാളാണ് ഇപ്പൊ അവരുടെ പ്രസിഡന്റ് ആയിട്ടുള്ള APAD എന്ന ദസ്നായി 52 വയസ്സ്. കാരണം അവിടെ ജനതാ കമ്മിറ്റിയുടെ നേതാക്കന്മാര് മെമ്പർമാരെല്ലാം അടിച്ചമർത്തലിന്റെ ഭാഗമായി സ്ഥാപനമില്ല. 1989 ഇത് പുതിയ തലമുറ ഉണ്ടാവണം. അപ്പൊ അവര് വളരെ JVP എന്ന് പറഞ്ഞുകൊണ്ടല്ല, പിന്നെ NPP നാഷണൽ പീപ്പിൾസ് പവർ ജനാധികാരത്തിന്റെ ദേശീയ വേദി 10-20 സംഘടനകളുണ്ട്. ബുദ്ധിജീവികളുടെ സംഘടന, കലാകാരന്റെ സംഘടന, വക്കീലന്മാരുടെ സംഘടന, ഇതെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് CPIയുടെ പ്രധാന പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ച ഡൽഹിയിൽ സമര പ്രസ്ഥാനങ്ങൾ, സാമൂഹ്യ സംഘടനകൾ ഇതെല്ലാം വരണം എന്ന കാഴ്ചപ്പാട് പാർട്ടി മുന്നോട്ട് പോയി. ശ്രീലങ്കയിൽ അവർ സമ്മർദ്ദമാക്കിയില്ലേ?
കാഴ്ചപ്പാട് നടപ്പാക്കാനുള്ള സാഹചര്യം രൂപപ്പെട്ടു വരുന്നുണ്ടോ എന്ന് സൃഷ്ടിച്ച് നോക്കണം തൊഴിലാളികളുടെ കോൺഗ്രസ്. അപ്പൊ സീനിയർ അനുഭവം പറയുന്നത് വളരെ ഔദ്യോഗികബോധത്തോടുകൂടി നമ്മുടെ മുമ്പിൽ വികസിച്ചു വരുന്ന സാഹചര്യത്തിൽ രാഷ്ട്രീയമായി ഇടപെട്ട് പിടിച്ചാൽ ഉചിതമായ സന്ദർഭത്തിൽ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ കിടപ്പിൽ അവസരമായ മാറ്റം. അവിടെ പ്രസിഡന്റ് രണ്ടാമത്തെ എണ്ണയാണ് ജയിച്ചത്. അപ്പൊ പാർലമെന്റിലാണ് പാർലമെന്റിലേക്ക് തെരഞ്ഞെടുപ്പ് പാർലമെന്റിലേക്ക് നടന്നപ്പോ ഈ NPP മൂന്നിന്റെ പുതിയ വർഷം 5 വർഷം നടന്ന തെരഞ്ഞെടുപ്പിൽ 4 സീറ്റ്. 5 വർഷം കഴിഞ്ഞ് ഇപ്പൊ നവംബർ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ലോകത്തുണ്ടാക്കി. അതിന്റെ മാതൃക കൊണ്ട് ഇന്ത്യയിലെ ഈ സമര മുന്നണിയെ വികസിപ്പിച്ചെടുക്കാൻ ഇടതുപക്ഷ പുരോഗമന ലോകത്തെ ഇടതുപക്ഷത്തിന്റെ വലിയൊരു മുന്നേറ്റം ശ്രീലങ്കയിൽ നമ്മുടെ കടലിൽ നടന്നെങ്കിൽ ലോക രാഷ്ട്രീയത്തിന്റെ പൊതു പ്രവണത തീവ്ര ഇടതുപക്ഷത്തിന്റെ ശക്തിപ്പെടൽ. അത് ഇന്ത്യയിൽ നമുക്ക് കാണാം. വലതുപക്ഷം തീവ്ര വലതുപക്ഷം ശക്തിപ്പെടുന്ന പ്രവണതയാണ് ലോകത്തെ മുഖ്യ രാഷ്ട്രീയം. ട്രംപ് ഇത് വളരെ വിചിത്രമാണ്. 5 വർഷം തെരഞ്ഞെടുപ്പിൽ ട്രംപ് മാത്രമല്ല തോൽവിയിൽ സമ്പാദിക്കാതെ ഒരു ചെറിയ കലാപത്തിൽ വരാൻ വേണ്ടി ശ്രമിച്ചതാണ്. ഇപ്പൊ നോക്കുമ്പോ 10 വർഷം മുൻപുണ്ടായതിനേക്കാളും വലിയ വിജയമാണ്. ഇത് 2 ട്രംപ് ഇപ്പൊ മുമ്പിൽ ഈ കാലാവസ്ഥ വ്യതിയാനം പറയുന്നത് ഒന്നുമില്ല. വെറുതെ സ്ത്രീവിരുദ്ധത പറഞ്ഞാൽ ഒരാൾ എത്രമാത്രം സ്ത്രീവിരുദ്ധനാകാമോ? സ്ത്രീയെ സംബന്ധിച്ച് പരസ്യമായി ഇത്ര സംസ്കാരിക്കുന്ന ഒരു മനുഷ്യന് സംസാരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അമേരിക്കൻ സമൂഹത്തിന്റെ ഹംഗറിയിൽ ഫാസിസ്റ്റ് നിലപാടുള്ള യൂറോപ്യൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തീവ്ര വലതുപക്ഷ ശക്തിയിൽ വലിയ തോതിലുള്ള മുന്നേറ്റം കാഴ്ച. യൂറോപ്യൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഫ്രാൻസിൽ വലിയ വിജയമാണ് തീവ്ര വലതുപക്ഷത്തിനുണ്ടായത്. ഫ്രഞ്ച് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടന്നപ്പോ അതുകൊണ്ട് അവിടുത്തെ ഇടതുപക്ഷവും നിലപാടില്ലാത്ത സോഷ്യലിസ്റ്റുകളുടെ പേര് മാത്രമുള്ള പാർട്ടി അവരുടെ വിശാലമായ തീവ്ര വലതുപക്ഷ വിരുദ്ധ ഗ്രൂപ്പുകളുണ്ടായി. തീവ്ര വലതുപക്ഷത്തിന്റെ മുന്നേറ്റത്തെ ഫ്രാൻസിൽ തടഞ്ഞു നിർത്താൻ ഉൾപ്പെടെ ഫ്രാൻസിന്റെ ഇടതുപക്ഷത്തിന്റെ ഇടപെടലുകൾ കഴിയും. പക്ഷെ പഞ്ചപ്രസിദ്ധൊന്നും അംഗീകരിക്കാനില്ല. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സ്വാധീനം നേടിയ ഇടതുപക്ഷത്തിന് ഒരാള് പ്രധാനമന്ത്രിയായിട്ട് നിയമിക്കുന്നതിന് പകരം വീണ്ടും വലതുപക്ഷത്തിൽപ്പെട്ടവരെ പ്രധാനമന്ത്രിയെ ഒരാളെ നിയമിച്ചു. ഒന്നും വീണ്ടും മധ്യ ഇടതുപക്ഷത്തുള്ളവരോ മധ്യ വലതുപക്ഷത്തുള്ളവരോ ഒക്കെയായിട്ട് ആളുകളെയാണ് ഫ്രഞ്ച് പ്രസിഡന്റ് അദ്ദേഹം ഇടതുപക്ഷത്തിനാണ് അയാൾ പ്രധാനമന്ത്രിയാക്കാൻ ജർമ്മനിയിലും രാഷ്ട്രീയ പ്രതിസന്ധി. ഇങ്ങനെ ലോകത്ത് തീവ്ര വലതുപക്ഷം സൃഷ്ടിപ്പെടാൻ ശ്രമിക്കുന്ന പ്രവണത കാണാനായിരിക്കുമ്പോൾ തന്നെ ലാറ്റിൻ അമേരിക്ക വേറൊരു വ്യത്യസ്തമായ ചിത്രമാണ്. അവിടെ 12
ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ ഇടതുപക്ഷ പുരോഗമന ശക്തികൾ നേതൃത്വത്തിലുള്ള യോഗങ്ങൾ അതിന്റെ ചിരിയിൽ ഉൾപ്പെടും. അപ്പൊ ലാറ്റിൻ അമേരിക്ക വ്യത്യസ്തമായ ഒരു സന്ദേശം നൽകുന്നു, ശ്രീലങ്ക വ്യത്യസ്തമായ സന്ദേശം നൽകുന്നു. വടക്കോട്ട് പോയാൽ നേപ്പാൾ കമ്മ്യൂണിസ്റ്റുകാരനാണ് അവിടെ പ്രധാനം. പക്ഷെ നേപ്പാളിൽ കോൺഗ്രസിനാണ് നിന്നിട്ടാണ് അവിടെ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരണം മാറിയാലും ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് പ്രധാനമന്ത്രി. ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് പ്രധാനമന്ത്രി തൊട്ടുമുണ്ടായിരുന്ന പ്രധാനമന്ത്രി കമ്മ്യൂണിസ്റ്റുകാരൻ അതല്ല, കുറച്ച് തീവ്രവാദ സമീപനം. ഇതെല്ലാം കൂടെ നോക്കുമ്പോ എന്താണ് ലോകത്തിന്റെ ആരോഗ്യ സ്ഥിതി എന്ന് പറഞ്ഞാൽ, ലോകത്ത് 100 പേരുണ്ടെങ്കിൽ അതിന് 25 പേർ വ്യത്യസ്തമായ ഒരു സമൂഹം സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്ന രാജ്യങ്ങളിലാണ് സൂക്ഷിക്കാനുള്ളത്. ഇടതുപക്ഷം നയിക്കുന്ന ലാറ്റിൻ അമേരിക്കയിലെ ചിലി പോലുള്ള രാജ്യങ്ങളുണ്ട്. ഇതിന് പുറമെ മറ്റു മുതലാളിത്ത രാജ്യങ്ങളിലെല്ലാം മുതലാളിത്തത്തിനെതിരായി തുടങ്ങുന്നവരുണ്ട്. നമ്മൾ മുതലാളിത്ത രാജ്യത്തിലല്ലേ, ഇത് നമ്മൾ മുതലാളിത്ത രാജ്യത്തിൽ തന്നെ മുതലാളിത്തത്തിനെതിരായ ബദൽ നടപ്പാക്കാൻ ശ്രമിക്കുന്ന ഒരു ഇടതുപക്ഷ ഭരണം നിലവിലുള്ള കേരളത്തിലാണ്. കേരളത്തിൽ നോക്കിയിട്ടില്ല ഈ 125 പേർ സാമൂഹ്യ കാര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ദക്ഷിണാഫ്രിക്കയുണ്ട്. അവിടെ കമ്മ്യൂണിസ്റ്റുകാരും ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ്. പക്ഷെ നിർമ്മോചനത്തിന് ശേഷം ദക്ഷിണാഫ്രിക്കയിൽ ഏറ്റവും ഒടുവിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൂട്ടുകെട്ടിൽ ക്ഷീണമുണ്ടായിരുന്നു. പ്രതിപക്ഷത്തുള്ള പാർട്ടികളുമായി കൂടി സന്ധി ചെയ്തുകൊണ്ട് ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റുകാരെ ഗവൺമെന്റാണ് ഇപ്പോൾ ദക്ഷിണാഫ്രിക്കയിലേക്ക്. ചൈനയിലെയും വിയറ്റ്നാമിലെയും യുഎയിലെയും എല്ലാം മാത്രം പറയാം, ലോകത്തിലൊരു വലിയ സാമ്പത്തിക ശക്തിയായി ചൈന നടന്നുവെന്ന് നോക്കി. ചൈനയിൽ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി 3 പ്രവർത്തനങ്ങളിലാണ് കേന്ദ്രീകരിച്ചത്. ഒന്ന്, ഇപ്പോഴും അവിടെ നിലനിൽക്കുന്ന സാമ്പത്തിക അസമത്വം അത് അതിവേഗം ദൂരീകരിക്കുക. ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന വിധത്തിലാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടി 2021 അതിനെ പൂർണ്ണ വിജയം. 2021 പ്രാധാന്യത ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കപ്പെട്ടിരുന്ന 100-ാം വർഷം. 2021 മറ്റൊന്ന് നമ്മൾ സൃഷ്ടിക്കുന്നതാണ്. 49 മുതലവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലഭിക്കുകയാണ്. പക്ഷെ സമൂഹത്തിൽ അഴിമതി ഒരു പ്രശ്നമാണ്. അവ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തുറന്നു പറഞ്ഞുകൊണ്ട് ഭരണത്തിനെതിരായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളിൽ ഒരു അഴിമതിക്കെതിരായിട്ടുള്ള അത് പുതിയ ചൈനയുടെ നിർമ്മിതിക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചൈനയിലെ ജനകീയ ഇപ്പോൾ. മൂന്നാമത്തെ വിഷയം, അവർ ശ്രദ്ധ കരുതിയിരിക്കുന്ന വിഷയം, പരിസ്ഥിതി സന്തുലനം ആഘോഷിക്കുന്നതിൽ ചൈന കൂടുതൽ സൃഷ്ടിക്കണം. അപ്പൊ ഈ 3 വിഷയങ്ങൾ നമ്മൾ ഗൗരവമുള്ള വിഷയങ്ങളാണ്. വിയറ്റ്നാമിൽ ഗോമി എന്ന സോഷ്യലിസം ശക്തിപ്പെടുത്താനുള്ള പരിപാടികളായിട്ട് ക്യൂബ എന്നാൽ 1959 മുതൽ അമേരിക്കയും കൂട്ടാളികളും ക്യൂബയ്ക്ക് മേൽ നടത്തുന്ന ഈ വലിയ മുറികൾ വലിയ പ്രയാസങ്ങൾ ക്യൂബ അംഗീകരിച്ചിരുന്നു. ഡൊണാൾഡ് ട്രംപിന്റെ ഭരണം ഈ ജനുവരി മാസം നേതൃത്വം ഏറ്റെടുക്കുന്നതോടുകൂടി ക്യൂബയ്ക്കെതിരായിട്ടുള്ള നീക്കങ്ങൾ സൃഷ്ടിക്കണം. കാരണം ട്രംപിന്റെ കൂട്ടാളികൾ പലരും ക്യൂബയിലെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് നിലനിൽപ്പ് അംഗീകരിക്കുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് ക്യൂബയിലെ സമൂഹത്തിൽ വളരെ ജാഗ്രതയോടുകൂടി
നോക്കി കാണേണ്ടതുണ്ട്. ഈ രോഗസ്ഥിതികളെ കുറിച്ചുള്ള ഈ സംക്ഷിപ്തമായ പരാമർശത്തിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ജീവിക്കുന്ന ചുറ്റുപാടുകൾ എന്തെല്ലാം സംഭവങ്ങളുള്ളത്. അപ്പോൾ നമ്മൾ തുടങ്ങിയത് നമ്മുടെ ജില്ലയിലെ കാര്യത്തിൽ നിന്ന് കേരളത്തിൽ, എന്നാൽ ഇന്ന് നാം പ്രവർത്തിക്കുന്ന ഇന്ത്യയും ലോകവും എങ്ങനെയാണ് എന്നുകൂടി നോക്കിയാൽ മാത്രമേ നമുക്ക് നമ്മുടെ കടമകൾ ഗൗരവത്തിൽ ഏറ്റെടുക്കാൻ കഴിയും. നമ്മൾ പലപ്പോഴും ലോകത്തിന്റെ നാനാഭാഗത്തുള്ള ചലനങ്ങളിൽ നമ്മുടെ പ്രതികരണം വർദ്ധിക്കാറുണ്ട്. അത്തരമൊരു സന്ദർഭമായിരുന്നു ലോകസ്ഥിതിയിൽ പരിശോധിക്കുന്നു. യുദ്ധത്തെക്കുറിച്ച് പറയേണ്ട കാര്യം, പക്ഷെ പാലസ്തീൻ ജനത മുന്നോട്ടപ്പെടുന്ന നിശ്ചലമായി നിർവികാരമായി മുട്ടി നിൽക്കുമ്പോൾ ഒരു ജനത മുഴുവൻ വെളിയിടുന്ന വംശഹത്യ എന്ന് തന്നെ പറയാവുന്ന ഒരു ഭീകരവാദ പ്രവർത്തനം ഒരു രാഷ്ട്രം നിശ്ചയിച്ചിരുന്നു. ചില രാജ്യങ്ങൾ തെമ്മാടി രാഷ്ട്രങ്ങളെന്നൊക്കെ വിശേഷിപ്പിക്കാറില്ല. ഒരു സംശയവും കൂടാതെ ഒരു തെമ്മാടി രാഷ്ട്രം എന്ന് വിശേഷിപ്പിക്കട്ടെ. പാലസ്തീനോട് നമ്മൾ അഖിലാക്കൾ ലഭിച്ചതിന് പലരുടെ ദുര്യാഖ്യാനം ചെയ്യുന്നവരുണ്ട്. നമ്മുടെ സമൂഹത്തിൽ ചില വിഭാഗങ്ങളെ കൂടുതൽ ആകർഷിക്കാൻ വേണ്ടി ന്യൂനപക്ഷത്തിന് വേണ്ടിയാണ് പറയുന്നത്. പാലസ്തീനോട് അഖിലാക്കൾ പ്രഖ്യാപിച്ചയാളാണ് മഹാത്മാഗാന്ധി. പാലസ്തീനോട് അഖിലാക്കൾ പ്രഖ്യാപിച്ചയാളാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. പാലസ്തീൻ വിമോചന പ്രസ്ഥാനം, ദേശീയ വിമോചന പ്രസ്ഥാനം. പാലസ്തീനിൽ നമുക്ക് ചില കാര്യങ്ങളിൽ യോജിപ്പുള്ള ഹമാസിനെ പോലുള്ള ശക്തികൾ, തീവ്രവാദ ശക്തികൾ വന്നുകൊണ്ടിട്ടുണ്ടാകാം. ഇന്ന് ഇവർ മാത്രമേ ഉള്ളൂ. ആ സന്ദർഭത്തിൽ ഒരു സ്വന്തം രാഷ്ട്രമായി നിൽക്കാനുള്ള പാലസ്തീന്റെ അവകാശം, അതിന്റെ ഒപ്പം നമ്മുടെ പാർട്ടി ഇടതുപക്ഷവും ഉറച്ച നിലപാടെടുക്കുന്നു. അപ്പൊ നമുക്ക് നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ കടമകളെ കുറിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയണമെങ്കിൽ നാം ജീവിക്കുന്ന രാജ്യവും നാം ജീവിക്കുന്ന ലോകവും എങ്ങനെ ചലിക്കുന്നു എന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട്. ആ അർത്ഥത്തിലാണ് ഞാൻ പരാമർശിച്ചത്. നമ്മുടെ നാട്ടിൽ വളരെ ലോകത്ത് വളരെ പ്രബലമായ രാഷ്ട്രീയമാണ് ഈ കമ്മ്യൂണിസ്റ്റ് പറയുന്നത്. അത് പറഞ്ഞ ചില ആളുകൾ അല്ലാതെ മുതലാളികളുമാണ് ചരിത്രത്തിന്റെ അവസാനമാണ് എന്ന് പറഞ്ഞുള്ള എന്റെ ഹിസ്റ്ററി എന്ന് പറഞ്ഞുള്ള ആശയ സാമ്രാജ്യത്തിന്റെ വക്താക്കൾ നടത്തുന്നു. മുതലാളികൾക്കെതിരായിട്ട് ചില വിമർശനങ്ങൾ നടത്തുക അപ്പുറം സോഷ്യലിസ്റ്റ് പുരോഗമന പ്രസ്ഥാനങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു ചിന്തകനാണെന്ന് പറയാൻ കഴിയില്ല. തോമസ് പിക്കറ്റി എന്ന് പറയുന്ന ഐക്യത്തിന്റെ തോമസ് പിക്കറ്റി വളരെ പ്രസിദ്ധനായത് ക്യാപിറ്റൽ ഇൻ 21st സെഞ്ച്വറി എന്നൊരു പുസ്തകം ഒരു 14 മുമ്പ് പ്രസിദ്ധീകരിച്ചു. സൂക്ഷ്മമായ കാര്യങ്ങൾ പഠിക്കുന്നില്ല. പക്ഷെ 2024 അദ്ദേഹം പ്രസിദ്ധീകരിച്ച പുസ്തകമുണ്ട്. ആ പുസ്തകത്തിന്റെ ശീർഷകം ടൈം ഫോർ സോഷ്യലിസം. ആ പുസ്തകത്തിന്റെ ആമുഖത്തിൽ തന്നെ അദ്ദേഹം കാര്യം പറയുന്നുണ്ട്. 1.5 പതിറ്റാണ്ട് മുമ്പ് ഇത് സോഷ്യലിസത്തിന്റെ കാലമാണെന്ന് ഞാൻ പറഞ്ഞാൽ എനിക്ക് കേൾക്കാൻ ആരും പറഞ്ഞിരിക്കാം. പക്ഷേ അതിനുശേഷം ഇപ്പോഴുള്ള ലോകത്തിൽ നോക്കുമ്പോൾ ഒരു രൂപത്തിലുള്ള സോഷ്യലിസത്തിലേക്ക് ലോകത്തിന് മുന്നേറാതിരിക്കാൻ കഴിയില്ല എന്നാണ് കാണുന്നത്. തോമസ് പിക്കറ്റിയെ പറയേണ്ടിവരുന്ന തരത്തിലുള്ള ചലനങ്ങളാണ് ലോകത്ത് സൂചിപ്പിക്കുന്നത്. അദ്ദേഹം എല്ലാ കാര്യങ്ങളും നമുക്ക് യോജിക്കാൻ കഴിയില്ല. പക്ഷെ ചിന്തയുടെ ലോകത്ത് ഇത്തരത്തിലുള്ള പരിവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് കൂടുതൽ കരുത്തുറ്റ തൊഴിലാളികളുടെ വിപ്ലവ ഈ ജില്ലയിലെ പ്രസ്ഥാനത്തെ വളർത്താൻ സഹായിക്കുന്ന വിമർശനത്തിലും സ്വയം വിമർശനത്തിലും ഊന്നിയ
ചർച്ചകൾ നടത്തി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വിമർശനവും സ്വവിമർശനവും കമ്മ്യൂണിസ്റ്റുകാരുടെ ഉദ്യോഗത്തിൽപ്പെട്ടതാണ്. ഇത് രണ്ടും വളരെ സൂക്ഷ്മതയോടുകൂടി സത്യസന്ധമാണ്. നമ്മിൽ നിന്ന് തുടങ്ങണം. ഞാൻ ഇത്രയൊക്കെ പ്രവർത്തിച്ചാൽ മതിയോ, ഞാൻ ഇത്രയൊക്കെ ചില ദൗർബല്യങ്ങൾ ഞാൻ തിരുത്തേണ്ടതല്ലേ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചുകൊണ്ടാണ് നമ്മുടെ ഘടകത്തിന്റെ സർവീസ്. പിന്നെ ആരെക്കുറിച്ച് ഉള്ള വിമർശനം, ഇതല്ല സ്വതന്ത്രമായി ബുദ്ധിപരമായി നിർവഹിക്കാനുള്ള സന്ദർഭമാണ് നമ്മുടെ ഘടകങ്ങളിൽ പറയുന്ന പക്ഷെ കമ്മേളനത്തിൽ പറയണം എന്ന് കരുതുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഡെലിഗേറ്റ്സിനെ ചർച്ചയിൽ രൂപപ്പെടുത്തുന്ന പൊതുചർച്ചയിൽ നിങ്ങൾ വ്യക്തമായി വിശദമായി അവതരിപ്പിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മളെല്ലാവരും കൂടി ചേർന്ന് ഈ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി പറഞ്ഞ് ഞാൻ